ഫ്രണ്ട്സ്, ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ജനറൽ, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ്, അതുപോലെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട് എന്ന് പറയുന്ന 3 തസ്തികയിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് വരുന്നത് 9 മെയ് 2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് 31 മെയ് 2025 ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങളിത് ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യണം. ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യുന്നത് ലാസ്റ്റ് ഡേറ്റ് 16 ജൂൺ 2025 ഓർത്തിരിക്കുക. സോ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നമ്പർ ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ജനറലാണ്. 4 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 28 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം. പിന്നീട് വിളിച്ചിരിക്കുന്നത് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സ്റ്റോർ ആൻഡ് പർച്ചേസ്, 3 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. സെയിം ആണ് ഏജ് ലിമിറ്റ്. പിന്നീട് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്, 1 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. +2 ആണ് ക്വാളിഫിക്കേഷൻ. 18 മുതൽ 28 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ നിർത്തുക. നിങ്ങൾക്ക് ബാക്കിയുള്ള ബെനിഫിറ്റ്സ് അലവൻസുകളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 18 വയസ്സ് മുതൽ 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 5 വർഷം SC കാൻഡിഡേറ്റിനുള്ള ഏജ് റിലാക്സേഷൻ, 3 വർഷം OBC കാൻഡിഡേറ്റിന് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഇനി എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സിലബസ് നോക്കുകയാണെങ്കിൽ 2 പേപ്പർ എക്സാമാണ്. പേപ്പർ 1 എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ, പേപ്പർ 2 ആണ് നിങ്ങളുടെ റാങ്ക് ബേസിസ് ചെയ്യുന്നത്. ഓർത്തിരിക്കുക. 2 മണിക്കൂറാണ് എക്സാം. 2 മണിക്കൂർ 30 മിനിറ്റാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ടോട്ടൽ 200 ക്വസ്റ്റ്യനുകൾ ഉള്ളതെന്ന് ഓർത്തിരിക്കുക. ഫസ്റ്റ് പേപ്പർ എന്ന് പറയുന്നത് മെൻ്റൽ എബിലിറ്റി, സെക്കൻഡ് പേപ്പർ 2 എണ്ണമാണ് വരുന്നത് ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണെന്ന് ഓർത്തിരിക്കുക. സെക്കൻഡ് പേപ്പറാണ് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. സെക്കൻഡ് പേപ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. അതോടൊപ്പം ഇവർ പറയുന്നുണ്ട് ആദ്യം നിങ്ങൾ ഓൺലൈൻ അപ്ലൈ ചെയ്യണം, അതിനുശേഷം ത്രൂ ഓഫ്ലൈനും അപ്ലൈ ചെയ്യണം. ആ ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്തതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സൈൻ അവിടെ ഇടണം. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾ സൈൻ ഇടണം. അതോടൊപ്പം തന്നെ എല്ലാത്തിനും കാൻഡിഡേറ്റ് സെൽഫ് അറ്റസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് മാത്രമേ നിങ്ങളത് ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യാവൂ, അല്ലെങ്കിൽ ഓഫ്ലൈൻ ത്രൂ ഒക്കെ അയച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം ആദ്യം ഇവരോട് മെൻഷൻ ചെയ്തിട്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് പ്രോസസ്സ് എല്ലാവരും പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക, അതിന് ശേഷം അപ്ലൈ ചെയ്യുക. ഇനി ഓൺലൈൻ ഫീ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 500 രൂപയാണ് ചെന്നൈ കാൻഡിഡേറ്റ് വരുന്നത്. SC ST PWD വുമൺ, അതുപോലെ CSR എംപ്ലോയി, സർവീസ് കാൻഡിഡേറ്റ് ഒന്നും അപ്ലിക്കേഷൻ ഫീ ഇല്ലെന്ന് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ പറഞ്ഞു ഓഫ്ലൈൻ ത്രൂ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു എൻവലപ്പ് വേണം. എൻവലപ്പിൻ്റെ മുകളിൽ നിങ്ങൾ എഴുതണം ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്. ഏതാണോ നിങ്ങൾ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന ആ പോസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, ആ പോസ്റ്റ് കോഡ് ഇവിടെ കൊടുക്കുക, അഡ്വർടൈസ്മെൻറ്റ് നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വേണം അതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും എന്തൊക്കെയാണോ അവരിവിടെ പറയുന്നുണ്ട് അപ്ലോഡ്, അതായത് ഓഫ്ലൈൻ ത്രൂ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് അതെല്ലാം നിങ്ങൾ അറ്റാച്ച് ചെയ്തിട്ട് അവരുടെ രജിസ്റ്റേർഡ് മെയിൽ ID അല്ലെങ്കിൽ അവരുടെ രജിസ്റ്റേർഡ് അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാവുന്നതുണ്ട്. അല്ല അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിസിൻ ആൻഡ് ആരോമാറ്റിക് പ്ലാന്റ്സിലേക്കാണ് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് മെയ് 31, 2025. താമസിയാതെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്യുക. താങ്ക് യു.